വണ്ടി എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഇവിടെ തുണിക്കട തെരഞ്ഞെടുക്കുന്നത് ലാനിയന്മാരെ നിർബന്ധ കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ പാൻറ്റൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്. സാധാരണ യൂസ് ചെയ്യാറുണ്ട്. 1 കിലോമീറ്റർ വിട്ടു പോകുന്ന തോന്നുന്നു. ജോലി കാണാൻ ഇനി പെരയിൽ തന്നെ ഇറങ്ങിയില്ല. അത് 5 കിലോമീറ്റർ ഒക്കെ നടന്നിട്ടു. അപ്പൊ തുടങ്ങാല്ലേ അപ്പൊ നമ്മള് ഇവിടെ തുണിക്കട തെരഞ്ഞെടുക്കുന്നത് രാവിലെ തൊട്ട് ഫുള്ള് നടത്തുന്നതന്നെ. ഒന്നിച്ചിറങ്ങിയതായിരുന്നല്ലേ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ. സെൻട്രൽ ഇവിടെ ഒരു ലേഡീസ് ഷോപ്പ് ഉണ്ടായി. അവിടെ പോയിട്ട് ജെൻസിന്റെ തുണിക്കട എവിടെ വെച്ചപ്പോ അറിയില്ല. പിന്നെന്തിനാ ഈ നാട്ടിൽ നിൽക്കണത്? വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. പൊടിക്കത്തെ വെയിലട്ടോ. ഇപ്പൊ സമയം 11 മണി ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ പെരും വെയിലാ. രാവിലെ കുളിച്ച് ഇറങ്ങി ഒരുങ്ങിയതാണ്. ഞങ്ങളൊക്കെ വിട്ടു പോകുന്ന തോന്നുന്നു വീട്ടായിരിക്കും. കുറെ നേരമായി നടക്കാൻ തുടങ്ങി. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. നമുക്ക് ഔട്ട്ഫിറ്റ് കിട്ടി. ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യട്ടോ. എത്ര നേരിട്ട് കഷ്ടപ്പാട്. പെങ്ങന്മാരെ ലാനിയന്മാരെ നിർബന്ധ കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ പാൻറ്റൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്. സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. 1.5 മണിക്കൂറിന്റെ കഷ്ടപ്പാടിന് ശേഷം ഒരു പാന്റ് സെറ്റായി. ഈ സ്ഥലത്ത് നിന്ന് ഒരു പാന്റ് കിട്ടണമെങ്കിൽ എത്ര കഷ്ടാന്ന് അറിയാം. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ. അതന്നെ നമ്മളെ കേരളമാരി ഒന്നല്ല ഈ സ്ഥലം. നാണ് കേരളത്തിൽ നിന്ന് വന്നത്. പാന്റ് ആണെങ്കിൽ ശരി. ഒരു ഫുഡിന് പിന്നെ പ്രശ്നമല്ലേ. ഫുഡ് പിന്നെ കുഴപ്പമില്ല. വിശക്കണോ? എനിക്ക് കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു തരുമോ? മറ്റേ എല്ലാ കാര്യത്തിനും ഇവിടെ ടാസ്ക് തന്നെയാണ്. ഇപ്പൊ വരുമ്പോ കണ്ട് അറിഞ്ഞ് സൂക്ഷിച്ചു വരിക. പേടിച്ചു പോകുന്നവനൊന്നുമല്ല ഞാൻ, എന്നാലും വെറുതെ ചോദിക്കാം. ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാൽ അപ്പൊ നമ്മളൊരു ഓട്ടോ പോവാണ്. പുറത്തുനിന്ന് അപ്പുറത്തെത്താൻ ഓട്ടോറിക്ഷ പിടിച്ച് പോണല്ലോ. വെയിലായോണ്ട് നടക്കാൻ വേഗം പണ്ടാറുണ്ട്. ഞാൻ പോലെ വണ്ടി എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഒരു കാണാനല്ല ഇനി പെരയിൽ തന്നെ ഇറങ്ങിയിട്ടില്ല. ഒരു കല്യാണം ആയെങ്കിൽ തന്നെ ഇങ്ങനെ തന്നെ അല്ലേ ഒരുങ്ങി മാറ്റി ഇതാക്കുമ്പത്തിന്. ഒന്ന് പോടോ. ഇതിനൊക്കെ എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയാം. ഒന്നും പറയാല്ലേ. എന്താ എന്തെങ്കിലുമൊക്കെ പറയണല്ലോ ചെയ്ത. അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ. നോക്കിയല്ലേ. ഞാൻ പോവൂല. ഞങ്ങൾ പുതിയ പുതിയ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പോവാ. ഞങ്ങൾ ആദ്യമായിട്ട് ജീവിതത്തിൽ ഞങ്ങൾ അനിയൻ വന്നിട്ട് ഇങ്ങനെ വ്ലോഗ് എടുക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഇതൊക്കെ എന്ത് അവൻ തന്നെയാ. അവനെവിടം വരെ പോകും നോക്കാം. ജയിലിനെ കുറിച്ച് അറിയില്ല. ജയില എങ്ങനെയാന്ന് ഞങ്ങൾക്ക് അറിയാം. കാണാൻ എങ്ങനെയല്ലേ സൈലന്റ്. ജയില എങ്ങനെയാന്ന് ഞങ്ങൾക്ക് മാർക്ക് കൂടി എങ്ങനെ ഉണ്ടാവും. പോയാണ് ജയില. ഇനി നീ എങ്ങാനും ഞാനോ? കാലൊക്കെ പെരുമാനോട്ടോ നടന്ന് നടന്ന്. ബെസ്റ്റ്. ഇന്നലെ മറ്റേ പരിപാടി പോയിട്ട് ഫുള്ള് നടന്നു അല്ലേ. എത്ര ഐ മീൻ ലോക പരാജയം. 1 കിലോമീറ്റർ അത് 5 കിലോമീറ്റർ ഒക്കെ നടന്നിട്ടു. അതിപ്പോ ഗോ ദിസ് വേ ദാറ്റ് വേ. പിന്നെ ഇന്ന് രാവിലെ അവിടുന്ന് പിന്നെയും പോന്ന്. ദൈവമേ, എന്നെ തപ്പി അങ്ങനെ വന്നതായിരിക്കും. എങ്ങനെ
അപ്പോൾ ഹോപ്പ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ.